ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ പരുന്തുംപാറ ട്രിപ്പിൻ്റെ പാർട്ട് 2ലേക്കാണ്. സോ ലെറ്റ്സ് എൻജോയ്. ഇനി വന്ന വഴി ഞാൻ കാണിച്ചു തരാം. ഇനിയും കുറച്ചും കൂടെ നടക്കാനുണ്ട് അങ്ങോട്ടേക്ക്, പരുന്തുംപാറയിലേക്ക് പോകാം. ഇതുണ്ടോ, ഈ മലയാണ് നമ്മൾ ഇറങ്ങി ഇവിടെ വരെ എത്തിയത്. ഇനിയും കുറച്ചും കൂടെ ഉണ്ട്. ആ കാണുന്നതാണ് പരുന്തുംപാറ. നമുക്ക് നല്ല അങ്ങോട്ടേക്ക് പോകാം. വെയിലൊന്നും ഇല്ലാത്ത കാരണം നല്ല സുഖമുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഒരു തവണ ഇവിടെ വന്നപ്പോൾ നല്ല വെയിലായിരുന്നു. അന്ന് വെയിലത്ത് ചുട്ട് പഴുത്താണ് ഇറങ്ങിപ്പോയത്. പരുന്തുംപാറ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് സമാധാനം. അതാണിവിടെ. ഒച്ചപ്പാടില്ല, ബഹളമില്ല, ആളുകളില്ല, നല്ല കാറ്റ്. നിങ്ങൾക്ക് കേൾക്കാമെങ്കിൽ ഇവിടെ നല്ല വെള്ളം ഒഴുകുന്ന ശബ്ദമുണ്ട്, ചീവിടുന്ന ശബ്ദമുണ്ട്, കാറ്റ്, മഴക്കാറ്. കുറച്ച് സമാധാനമുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കും. ആ നിൽക്കുന്ന നല്ല ഡേഞ്ചർ പോയിന്റില്ല, നല്ല കാറ്റും വീശുന്നുണ്ട്. കൈകാല് വിറച്ച അവിടെ നിൽക്കുന്നത്. അങ്ങനെയൊന്നും ആരും നിൽക്കരുത് വന്നു കഴിഞ്ഞാൽ. എനിക്കിവിടെ ഇങ്ങനെ ഈ കല്ലിൽ ഇങ്ങനെ നിൽക്കുന്നത് നല്ല സേഫാണ്. മഴക്കാറുണ്ട്. ഒട്ടനെ ചെറുതായിട്ടൊക്കെ ഇവിടുന്ന് ഇടിമുഴക്കൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വയ്യാൻ ഇവിടെ ഒരു 10 മിനിറ്റ് കൂടി നമ്മളിവിടുന്ന് വിട്ടേക്കുവാണ്. ഇതാ ആ കയറി പോകുന്നുണ്ടോ, ഇത്ര വഴി നമ്മൾ ഇറങ്ങി വന്നു. അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇവിടെ വന്നു. ഇതവിടെ പൊട്ടുപോലെ ആൾക്കാരെ കണ്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്കെയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം. എന്താ അപ്പോൾ എല്ലാം കയറി പോകണത് ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കിനി ഇത് ഇത്രയും ദൂരം കയറി പോകണം. നല്ല കാറ്റുണ്ട്, ചെറുതായിട്ട് മഴ പൊടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി മേളിൽ ചെല്ലാം. ഇത് നമ്മുടെ മടക്കയാത്രയാണ്. കുറച്ചുകൂടി കയറ്റം മുഴുവൻ നമ്മൾ കയറേണ്ടി വരും. ആ അവിടെ എന്തുകൊണ്ട് അവിടെ ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രില്ല് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വരെ ഗ്രില്ലുള്ളൂ. കുറേ ആൾക്കാരും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവർ വരുന്നതിന് മുമ്പും മഴ പെയ്യുന്നതിന് മുമ്പും നമുക്ക് മേളിലെത്തണം. ഈ നമ്മൾ ഇറങ്ങി വന്ന സ്ഥലം മുഴുവൻ മല മുഴുവൻ നമ്മൾ നടന്നു കയറണം. അപ്പോൾ നടപ്പ് തുടങ്ങി. ഇറങ്ങുന്നതിനേക്കാൾ എളുപ്പം കയറുന്നതാണെന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. പക്ഷെ അത്ര എളുപ്പമായിട്ട് തോന്നില്ല. നല്ല കുത്തനെയുള്ള കയറ്റമാണ്. എൻ്റെ ചെരുപ്പാണെങ്കിൽ നല്ല ഗ്രിപ്പില്ലാത്ത ചെരുപ്പായത് അപ്പം കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അയ്യോ, ഇനി മടക്കമാണ്. ഈ വന്ന വഴി അവരിറങ്ങി വരുന്ന വഴി മുഴുവൻ നമ്മൾ തിരിച്ച് കയറി മേളിലെത്താം. ഇതുണ്ട്, ഈ പുല്ലാണ് നമ്മുടെ പുൽത്തേൽ ഉണ്ടാക്കുന്ന പുല്ല്.
ഏറെക്കുറെ തിരിച്ച് നടന്ന് മേളിലെത്താറായി. അപ്പോഴത്തേക്കും മഴ ചാറാൻ തുടങ്ങി. കുറ്റം പറയുന്നില്ലല്ലോ, നല്ല കയറ്റമുണ്ട്. നാളെ നല്ലോണം മടുത്ത്, നല്ലോണം മഴ ഏത് സെക്കൻഡിൽ വേണമെങ്കിലും പെയ്യും. അപ്പം നമുക്ക് മാക്സിമം സ്പീഡിൽ പോയി സ്കൂട്ടർ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകണം. പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ. വേർത്തിട്ട് വേർപ്പിൻ്റെ അതും കൂടെ കൂട്ടിയിട്ട് നല്ല തണുപ്പായിട്ട് വിറയ്ക്കുന്നുണ്ട്. അതാണ് ഈ തണുപ്പത്ത് വേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇനിയുണ്ട് നടക്കാൻ പറയുന്നത്. അവിടെയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അവിടെ വരെ നമുക്ക് നടക്കണം. ഇവിടെ ഇവിടുത്തെ വഴി കിടന്നേക്ക് ഒരു മറ്റേ ബബിൾസ് വിടുന്നു. ഏതോ കൊച്ചു മറന്നു വെച്ചാണ്. നല്ല കാറ്റുള്ള കാരണം നമ്മൾ ഊതേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ബൗള് പോകുന്നുണ്ട്. കോളേജ് പിള്ളേരുടെ ട്രിപ്പ് വന്നിട്ടുണ്ട്. എവിടെ നിന്നുള്ളതെന്ന് അറിയില്ല, ഓളമാണ്. അവിടെ പാട്ടൊക്കെ ഇട്ട് വൈബ് പിടിക്കുന്നുണ്ട്. എവിടെ നിന്നുള്ള പിള്ളേരാണോ? നമ്മുടെ ചായ കുടിച്ച് മഴയൊക്കെ ആസ്വദിച്ചിരിക്കാം. പട്ടിസാറുണ്ട് 1 2 അതിൽ വണ്ടിയുടെ ഡീപ്പായി കിടക്കാൻ വേണ്ടി പോയി. இப்போ எல்லாமே வாங்கிட்டு போனோம்னாடா 3000 ரூபாம்மா. எல்லாமே இவங்க தான் பொருள் வாங்கிட்டு போனோமா. இங்கே தான் எல்லாமே காய்கறி எல்லாமே இவங்க தான் சமைக்கணுமா. കോണിമാറ ടീ ഔട്ട്ലെറ്റ് പരമ്പൻപാറ ക്വാളിറ്റി പെയിന്റ്. അവിടെ ഒരു കൊച്ചു മറ്റേ പരുന്തിൻ്റെ കൂട്ട് പട്ടം പറഞ്ഞുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് എൻ്റെ കങ്കുവ വേണ്ട ഓർമ്മ വരുന്നത്. എൻ്റെ അങ്ങോട്ടേക്ക് പറഞ്ഞാലും പരുന്ത്, ഇങ്ങോട്ടേക്ക് പറഞ്ഞാലും പരുന്ത്. നമ്മുടെ പീരീഡ് ഫിലിമുകളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഗതിയാണ് ഈ പരുന്ത്. മസാല ടീ ആറ്റിൽ മഴ കുറച്ച് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പരുന്തുംപാറയോട് ഇവിടെ പറയുകയാണ്. അപ്പോൾ എന്ന് പറയുന്ന പോകാൻ പോവാണ്. പക്ഷെ മറ്റേ കോട്ടിനെക്കാട്ടിലും ഭേദം.
അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ നനഞ്ഞ് ഒരു 6-6:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ നിങ്ങൾ സോളോ റൈഡർ ആണെങ്കിൽ അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറങ്ങാൻ വേണ്ടി വരുവാണെങ്കിൽ ഒരു ദിവസം വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. വലിയ തിരക്കുകളൊന്നും ഇല്ലാതെ വളരെ സമാധാനമായിട്ട് ഈ തണുപ്പൊക്കെ കൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് പരുന്തുംപാറ. ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയൊരു പെർഫെക്റ്റ് പ്ലേസാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നോണം വരെ ബൈ ബൈ, ടേക്ക് കെയർ.